ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. അതും മൊഡ്യൂൾ 1 തന്നെയാണ് കേട്ടോ. മേജർ തീംസ് ഇൻ സോഷ്യൽ സൈക്കോളജി. തീംസ് എന്ന് പറയുമ്പം സോഷ്യൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത് ഏതിനെയാണ്, എന്തിനെയാണ് പ്രതിപാദിക്കുന്നത് എന്നൊക്കെയാണ് ഈ തീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് പർട്ടിക്കുലർ ആയിട്ടുള്ള സംഗതിയെ മുൻനിർത്തിക്കൊണ്ടാണ്, ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ സ്റ്റഡി പോകുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, 2 വർഷം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് പ്രധാനമായിട്ടും 7 തീംസ് ആണുള്ളത് സോഷ്യൽ സൈക്കോളജിക്ക്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്ന തീമാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എങ്ങനെയാണ് ഒരു പ്രത്യേക സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ, ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുക, സൊസൈറ്റി എങ്ങനെയാണ് ആ ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ബാഹ്യമായിട്ടുള്ള വേൾഡിനെ മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണ് അതിൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തിനെ മനസ്സിലാക്കുന്നത്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനുഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നും ആ ചിന്തയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തെല്ലാമാണ്, സൊസൈറ്റി എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും അതുവഴി ഉണ്ടാവുന്ന മനസ്സിലാക്കൽ, ചുറ്റുപാടുള്ള ലോകത്തിനെ ഈ ഒരു ചിന്തയിൽ കൂടെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസിലൂടെയൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കി വെക്കുന്നു, പെർസീവ് ചെയ്യുന്നു, ഇതൊക്കെയാണ് സോഷ്യൽ കോഗ്നിഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സെൽഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വമാണ്, സ്വത്വം എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ഉള്ളിലെ ഞാൻ എൻ്റെ മാനസികവും ശാരീരികവും ചിന്താപരവും തത്വശാസ്ത്രപരവും ഐഡിയോളജിക്കലും അതുപോലെ തന്നെ എൻ്റെ പെർസ്പെക്റ്റീവ്സും അതുപോലെ തന്നെ എൻ്റെ ആശയങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഞാനെന്ന് പറയുന്നത്, സെൽഫ് എന്ന് പറയുന്നത്, എൻ്റെ സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സെൽഫിനെ എങ്ങനെയാണ് ആളുകൾ ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ മറ്റൊരു വ്യക്തിയെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ ഡിഫൈൻ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എൻ്റെ ചുറ്റുപാടുള്ളവരെങ്ങനെയാണ് എൻ്റെ സെൽഫിനെ ഡിഫൈൻ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ഫീലിങ്സിനെയും തോട്ട്സിനെയും എനിക്ക് സ്വയമായിട്ട് വിലമതിക്കാൻ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയും. അപ്പം അത്തരത്തിൽ എനിക്ക് എൻ്റെ ചിന്തകളെയും എൻ്റെ എന്താ പറയുന്നത് പെർസെപ്ഷനെയും ഒക്കെ ഞാൻ തന്നെ ഒന്ന് അവലോകനം ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ടോ, എനിക്ക് ഇൻറ്റേർണലും എക്സ്റ്റേണലുമായിട്ടുള്ള മോട്ടിവേഷൻസ് ഉണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെയാണ് രണ്ടാമത്തെ തീമിൽ ഉള്ളത്. അതായത് സോഷ്യൽ സൈക്കോളജിയുടെ രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് സെൽഫ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, ഒരു കോൺസെപ്റ്റാണ്. അതും പ്രത്യേകമായിട്ടുള്ളൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ, ഒരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിൽ സെൽഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പെർസുവേഷൻ. ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പെർസുവേഷൻ എന്ന് പറയുമ്പം ഒരു വ്യക്തി ഒരു പ്രത്യേക കാര്യത്തിനെക്കുറിച്ചോ ചുറ്റുപാടുള്ള ആളുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചോ ഒക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഏത് തരം ചിന്താഗതിയാണ് അയാൾ വെച്ചു പുലർത്തുന്നത്. അയാൾ തൻ്റെ ചിന്താഗതിയെ മറ്റുള്ളവരാൽ അനുകരിക്കാനോ വിശ്വസിപ്പിക്കാനോ ഫോളോ ചെയ്യാനോ ഒക്കെ ഏത് വിദ്യകളാണ് ഉപയോഗിക്കുന്നത്, അനുനയിപ്പിക്കാനുള്ള വിദ്യകളുണ്ടല്ലോ, അതിനെയാണ് പെർസുവേഷൻ എന്ന് പറയാം. അത്തരത്തിലുള്ള ഏത് പെർസുവേഷൻ ടെക്നിക്സാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, തൻ്റെ ചിന്താരീതികൾ ശരിയാണെന്ന് സമർത്ഥിക്കാനോ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനോ എന്ത് തരം രീതികളാണ് അയാൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഇമോഷൻസും ആറ്റിറ്റ്യൂഡ്സും എങ്ങനെയാണ് ഇതിനെ ഈ ഒരു കാര്യത്തിന് ഇമോഷൻസ് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വൈകാരികമായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുമല്ലോ, ആ വൈകാരികതയിൽ നിന്ന് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എമ്പുരാൻ്റെ ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് വൈകാരികത എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഒരു അങ്ങനെ പറയാൻ പാടില്ല, പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, എന്നാലും ഒരു വ്യക്തിയുടെ
ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് വൈകാരികതയിൽ നിന്ന് വന്നതായിട്ട് നമുക്കൊരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ കോട്ട് ചെയ്യാൻ ഇതിനെ. ഓക്കെ, അപ്പം അതാണ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് പെർസ്വേഷൻ എന്ന തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഗ്രൂപ്പ് ഡിസിഷൻസ്. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉള്ളതും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലിരുന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രണ്ടും വ്യത്യാസമാണ്. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മുടെ മാത്രം തീരുമാനങ്ങളും, അതേസമയം ഒരു ഗ്രൂപ്പിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും കൂടെ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾക്കോ അനുസരിച്ച് നമ്മൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെയാണ് മറ്റുള്ളവർ പങ്കെടുക്കുന്നത്, എങ്ങനെയാണ് വർക്ക് ടുഗെദർ ടു മേക്ക് ഡിസിഷൻസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ അങ്ങനെ ടുഗെദർലി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കാറുണ്ടോ, എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ഇപ്പം ഈ വീണ്ടും ഞാൻ വരുന്നത് ആ ടോപ്പിക്കിലേക്കാണ്, വർഗീയവാദം, എന്താ പറയുന്നത്, അത്തരത്തിലുള്ള ഭീകരവാദം പോലുള്ള സംഭവങ്ങളൊക്കെ ഒരു ഗ്രൂപ്പ് ഡിസിഷനിൽ വന്നിട്ടുള്ള ഒരു പിറ്റ്ഫോൾ തന്നെ ആയിരിക്കാം അല്ലേ. അപ്പം അത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിസിഷൻസിന് എത്രമാത്രം സ്വാധീനമുണ്ട് എന്നൊക്കെ ആ ഒരു ഗ്രൂപ്പ് ഡിസിഷൻ എന്ന് പറയുന്ന ഒരു തീമാണ് സോഷ്യൽ സൈക്കോളജി ഫോളോ ചെയ്യുന്നത്. അടുത്തത് അട്രാക്ഷൻ ആൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് വ്യക്തികൾ തമ്മിൽ ആകർഷകരാവുന്നത്, എങ്ങനെയാണ് ഒരു ലവ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് നയിക്കുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പും അതുപോലെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പും തമ്മിലുള്ള അന്തരം എന്താണ്, അതിൻ്റെ അതിർവരമ്പുകൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജിക്കൽ പഠനമുണ്ട്. അപ്പം ദാറ്റ് ഈസ് എ തീം ആക്ച്വലി, അട്രാക്ഷൻ ആൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് വൺ ഇസ് പ്രോ സോഷ്യൽ ബിഹേവിയർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രോ സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ച്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, എംപതി, കൺസേൺ, അതുപോലെ പ്രോ സോഷ്യൽ ആക്ഷൻസ് ആയിട്ടുള്ള ഹെൽപ്പിംഗ്, ഷെയറിങ്, ഡൊണേറ്റിംഗ്, കോപ്പറേറ്റിംഗ്, കംഫർട്ടിംഗ് ആൻഡ് വോളണ്ടിയറിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്ന തീം. അടുത്തത് സ്റ്റീരിയോ ടൈപ്സ്, പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ സിംപ്ലിഫൈഡ് ജനറലൈസേഷൻസ് അബൌട്ട് ഗ്രൂപ്പ്. അതായത് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ പരമ്പരാഗതമായിട്ടുള്ള രീതികളിൽ ചിന്തിക്കുന്നതിനെയാണ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്, അല്ലെങ്കിൽ പാട്രിയാർക്കിയാണ് നല്ലത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഒരുതരം സ്റ്റീരിയോ ടൈപ്പാണ്. അപ്പം സ്റ്റീരിയോ ടിപ്പിക്കലായിട്ടുള്ള വിശ്വാസങ്ങളെ മറികടക്കുമ്പോൾ ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് അല്ലേ. അപ്പം അതൊരു സോഷ്യൽ സൈക്കോളജിക്കൽ സിറ്റുവേഷനാണ്. അപ്പം അതിനെക്കുറിച്ച് പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ മുൻധാരണകളാണ്. ഒരു വ്യക്തി ഇങ്ങനെ ആവുള്ളൂ എന്നുള്ള രീതിയിലൊരു മുൻധാരണയൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കോട്ട് വായിച്ചത്, എപ്പോഴും നമ്മുടെ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. ഒരു എന്താണ്, വിമനിൻ്റെ ക്യാരക്ടർ, ഒരു ദളിതിൻ്റെ മെറിറ്റ് ആൻഡ് എ മുസ്ലിംസ് പേട്രിയോട്ടിസം ആർ ഓൾവേസ് ക്വസ്റ്റ്യൻഡ് ഇൻ ദ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻ ദ കൺട്രി എന്ന് പറയുന്ന ഒരു കോട്ട് ഞാൻ വായിച്ചു. ശരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എപ്പോഴും സ്ത്രീയുടെ സ്വഭാവ വൈകല്യത്തിനെ പറ്റിയിട്ട്, സ്വഭാവ ദൂഷ്യത്തിനെ പറ്റിയിട്ട് സംശയത്തോടു കൂടെ നോക്കുന്നതാണ് സമൂഹം. അതുപോലെയാണ് ഒരു ദളിത് കഴിവുള്ളവനാണോ എന്ന സംശയത്തോടു കൂടെ, അല്ലാണ്ട് അവർക്ക് ഫ്രീ കിട്ടിയിട്ടുള്ള പൊസിഷനാണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ സംശയത്തോടു കൂടിയാണ് നോക്കാറുള്ളത് ദളിത് ആയിട്ടുള്ള ഒരാളെ. അതുപോലെ തന്നെയാണ് മുസ്ലിംസ് പേട്രിയോട്ടിസം, രാജ്യ ഭക്തി കാണിക്കുന്ന സമയത്ത് അത് സംശയത്തോടു കൂടെ വീക്ഷിക്കാനാണ് നമ്മുടെ രാജ്യത്തിലുള്ള ആളുകൾക്ക് താല്പര്യം. അതൊക്കെ നമുക്ക് ഈ റീസെൻ്റായിട്ട് നടക്കുന്ന സംഭവങ്ങളുമായിട്ടൊക്കെ ചേർത്ത് വായിക്കാം കേട്ടോ. അപ്പം ഇതൊരു തരം പ്രെജുഡൈസാണ്. ഇവരൊക്കെ മോശക്കാരാണെന്നുള്ള ഒരു അല്ലെങ്കിൽ ഈ ഒരു നിലപാടിനോട് ഘടകവിരുദ്ധമായിട്ടാണ് ശരിക്കും അവർ എന്ന് ഉള്ളൊരു നിലപാട് വെച്ച് പുലർത്തുന്നത് ഒരു തരം പ്രെജുഡൈസാണ്. പ്രെജുഡൈസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ ഞാൻ. വളരെയധികം മനസ്സിൽ തറച്ചിട്ടുള്ളൊരു വാചകങ്ങളായതുകൊണ്ടാണ് ഞാനത് ഇവിടെ കോട്ട് ചെയ്തത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ഡിസ്ക്രിമിനേഷൻ. ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പല രീതിയിൽ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ആളുകളെ തമ്മിൽ വേർതിരിച്ച് കാണാം, വേർതിരിവോടുകൂടെ കാണാം, വിഭാഗീയതയോടുകൂടെ കാണാം. അപ്പം ഇതെല്ലാം തന്നെ ഒന്നിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന അടുത്തടുത്ത കോൺസെപ്റ്റുകളും അടുത്തടുത്ത ഫിനോമിനാസുമാണ്. അപ്പോൾ ഇതിനെ തീമാക്കിക്കൊണ്ട് പഠനങ്ങൾ
സോഷ്യൽ സൈക്കോളജി നടത്തുന്നുണ്ട്. അതാണ് സ്റ്റീരിയോ ടൈപ്സ്, പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള തീംസ് ഇൻ സോഷ്യൽ സൈക്കോളജി. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരങ്ങളായി. അപ്പോൾ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.